everyone, welcome back to Chemistry Tips. നമ്മുടെ സാനിറ്ററി കെമിസ്ട്രി എക്സാം നടക്കുന്നത് ജൂൺ 13-നാണ്. അറിയാമല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. നല്ല റിസൾട്ട്, അതായത് നമ്മൾ ആഗ്രഹിച്ച പോലൊരു ജോലി നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ സിലബസിൽ വരുന്ന മൂന്നാമത്തെ മൊഡ്യൂളാണ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ഓഫ് കെമിസ്ട്രി. അപ്പോൾ സിലബസിലെ ആദ്യത്തെ മൊഡ്യൂൾ എന്തായിരുന്നു? കെമിസ്ട്രി ഇൻ എവ്രിഡേ ലൈഫ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് വൺ കെമിസ്ട്രി ഓഫ് വാട്ടർ ആയിരുന്നു. തേർഡ് വൺ ആണ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ഓഫ് കെമിസ്ട്രി. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലാബ് സേഫ്റ്റി അവയർനെസ്, പ്രിപ്പറേഷൻ ഓഫ് സൊല്യൂഷൻ, ഇനോർഗാനിക് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, തിയറി ഓഫ് ഇൻഡിക്കേറ്റേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൊഡ്യൂൾ 3യുടെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ച് ഡിസ്കസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, safety symbols are identified as options: red pictures with white background, round white pictures with blue background, round white pictures with black background, none of the above. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പിക്ചർ ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ് സേഫ്റ്റി സിംബലിൻ്റെ പിക്ചർ. അതുമായിട്ട് നമ്മുടെ തന്നിരിക്കുന്നതിൽ ഏത് ഓപ്ഷനാണ് മാച്ചിങ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾ പറയണം. ഇതാണ് നമ്മുടെ പിക്ചർ. ഇവിടെ ഒരു റൗണ്ട് ഉണ്ട്, ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അല്ലേ? ഇനി നിങ്ങൾ പറയൂ, ഇതിലേതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ ബി ആണ്. റൗണ്ട് വൈറ്റ് പിക്ചേഴ്സ് വിത്ത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സേഫ്റ്റി സിംബലിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സിംബൽ എന്ന് പറയുന്നത്, ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ സേഫ്റ്റി സിംബൽ എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നോർമലി നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. അതിൽ ഒന്നാമത്തെയാണ് ഫയർ സേഫ്റ്റി സയൻസ്, ഫയർ സേഫ്റ്റീനെ ബേസ് ചെയ്ത് പറയും. രണ്ടാമത്തെയാണ് നമ്മുടെ എമർജൻസി എക്സിറ്റ് സയൻസ്, എമർജൻസി എക്സിറ്റ് സയൻസ്. മൂന്നാമത്തെയാണ് റോഡ് ട്രാഫിക് റെഗുലേഷൻസ് വിതിൻ ദ വർക്കിംഗ് പ്ലേസ്, റോഡ് ട്രാഫിക്കിനെ ബേസ് ചെയ്തിട്ട്. നാലാമത്തെയാണ് പ്രൊഹിബിഷൻ സയൻസ്. അപ്പോൾ ഈ 4 കാറ്റഗറീനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് വരുന്നതാണ് പ്രൊഹിബിഷൻ, വാർണിംഗ്, മാൻഡേറ്ററി ആൻഡ് എമർജൻസി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഫോർ സേഫ്റ്റി സയൻസ് എന്ന് പറഞ്ഞാൽ ഫയർ സേഫ്റ്റി സയൻസ്, എമർജൻസി എക്സിറ്റ്, റോഡ് ട്രാഫിക് റെഗുലേഷൻസ്, പ്രൊഹിബിഷൻ സയൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് സേഫ്റ്റി സിംബലിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പിക്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊഹിബിറ്ററി സിംബൽസ് ആർ ഐഡൻറ്റിഫൈഡ് ആസ് ഓപ്ഷൻസ്: റൗണ്ട് ബ്ലാക്ക് പിക്ചേഴ്സ് ഇൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വിത്ത് എ റെഡ് എഡ്ജ് ആൻഡ് ഡയഗണൽ ലൈൻ, റൗണ്ട് യെല്ലോ പിക്ചേഴ്സ് ഇൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വിത്ത് റെഡ് എഡ്ജ്, റൗണ്ട് വൈറ്റ് പിക്ചേഴ്സ് ഇൻ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്, വൈറ്റ് പിക്ചേഴ്സ് ഇൻ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? പിക്ചർ ഞാൻ കാണിച്ചു തരാം. പ്രൊഹിബിറ്ററി സിംബലിനെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന പിക്ചർ എന്ന് പറയുന്നത് ഇതാണ്. പല രീതിയിലും നിങ്ങൾ ഈ പിക്ചർ കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് പ്രൊഹിബിറ്ററി സിംബൽസ് എന്ന് പറഞ്ഞാൽ? ഡു നോട്ട് കമാൻഡ് വരുന്ന, ചെയ്യരുത് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. ഡു നോട്ട് കമാൻഡ്, നോട്ട് അലൗഡ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സിഗരറ്റ് ഉണ്ടെങ്കിൽ നോ സ്മോക്കിംഗ് ആയി. ഇവിടെ ഒരു കാറിൻ്റെ പിക്ചറിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നോ പാർക്കിംഗ് ആയി അല്ലേ? ഇതാണ് പ്രൊഹിബിറ്ററി സിംബൽ എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്ഷനിൽ ഏതായിരിക്കും? റൗണ്ട് ബ്ലാക്ക് പിക്ചേഴ്സ് ഇൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വിത്ത് റെഡ് എഡ്ജ് ആൻഡ് ഡയഗണൽ ലൈൻ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ റൗണ്ട് യെല്ലോ പിക്ചർ, റൗണ്ട് വൈറ്റ് പിക്ചർ വിത്ത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്, വൈറ്റ് പിക്ചർ വിത്ത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്. ഇതൊക്കെ തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. റൗണ്ട് ഉണ്ട്, ഡയഗണൽ ലൈൻ ഉണ്ട് അല്ലേ? വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിനകത്താണ് കാണിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡു നോട്ട്. ഇപ്പോൾ സ്മോക്കിംഗ്, നോ സ്മോക്കിംഗ് ആണെങ്കിൽ അതൊരു സിഗരറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ കാണിച്ച ടു ഇൻഡിക്കേറ്റ് ദാറ്റ് സ്മോക്കിംഗ് ഈസ് നോട്ട് അലൗഡ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. ഓക്കെ, അത്രയേ ഉള്ളൂ പ്രൊഹിബിഷൻ സിംബൽസിനെ കുറിച്ച് പറയാനായിട്ട്. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽസ് ആർ
ഫ്ലെയിമബിൾ. ഫ്ലെയിമബിൾ എന്ന് പറയുമ്പോൾ പ്രത്യേകത എന്താണ്? ഓപ്ഷൻസ് നോക്കാം. അസിറ്റോൺ, ഈതർ, സൈലീൻ, ആൽക്കഹോൾ, ഓൾ ഓഫ് ദ എബോവ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഫ്ലെയിമബിൾ ആയിട്ടുള്ള കെമിക്കൽസ് എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയുന്നതിന് മുന്നേ എന്താണ് ഫ്ലെയിമബിളിൻ്റെ പ്രത്യേകത? പേര് കേട്ടാൽ തന്നെ അറിയാം ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫയർ ഹസാർഡാണ് ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ഉണ്ടാക്കുന്നത്. ഈ ഫ്ലെയിമബിൾ ലിക്വിഡ്സിൻ്റെ പ്രത്യേകത ഇതിന് ഹൈ വേപ്പർ പ്രഷർ ആയിരിക്കും. എന്താ അതിൻ്റെ പ്രത്യേകത? ഹൈ വേപ്പർ പ്രഷർ ആയിരിക്കും. ഇത് എയറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ബേൺ ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അല്ലെങ്കിൽ ഇഗ്നിറ്റ് എന്ന് പറയും. ഇഗ്നിറ്റ് ചെയ്യും അല്ലെങ്കിൽ ബേൺ ചെയ്യും വെൻ ഇറ്റ് മിക്സഡ് വിത്ത് എയർ. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റിസ്ക് ഓഫ് ഇഗ്നിഷൻ ഓഫ് ദീസ് മെറ്റീരിയൽസ് ഓൾസോ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇഗ്നിഷനുള്ള സാധ്യതയും കൂടുതലാണ്. അതാണ് ഈ ഫ്ലെയിമബിൾ ലിക്വിഡ്സിൻ്റെ പ്രത്യേകത. ഹൈ വേപ്പർ പ്രഷറാണ്, മറ്റുള്ള എയറിലെ മറ്റുള്ളവരുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ബേൺ ചെയ്യും. ടെമ്പറേച്ചർ കൂടിയാലും ഇഗ്നിഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഇതാണ് ഫ്ലെയിമബിൾ ലിക്വിഡ്സ്. സാധാരണയായി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ആണ് അസറ്റാൽഡിഹൈഡ്, അസിറ്റോൺ, ബെൻസീൻ, ഡൈമീഥൈൽ സൾഫൈഡ്, ഈഥൈൽ ആൽക്കഹോൾ, ഈഥൈൽ ഈതർ, ഹെക്സെയിൻ, ഐസോപ്രോപ്പനോൾ, മീഥൈൽ ഈഥൈൽ കീറ്റോൺ, ടൊളുവിൻ, സൈലീൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അസിറ്റോൺ ഫ്ലെയിമബിൾ ആണ്, ഈതർ ഫ്ലെയിമബിൾ ആണ്, സൈലീൻ ഫ്ലെയിമബിൾ ആണ്, ആൽക്കഹോൾ ഫ്ലെയിമബിൾ ആണ്. സോ അവർ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓൾ ഓഫ് ദ എബവ് ആണ്. അസറ്റാൽഡിഹൈഡ്, അസിറ്റോൺ, ബെൻസീൻ, ഡൈമീഥൈൽ സൾഫൈഡ്, ഈഥൈൽ ആൽക്കഹോൾ, ഈഥൈൽ ഈതർ, ഹെക്സൈൻ, ഐസോപ്രോപ്പനോൾ, മീഥൈൽ ഈഥൈൽ കീറ്റോൺ, ടൊളുവിൻ, സൈലീൻ ഒക്കെ എന്താണ്? ഫ്ലെയിമബിൾ ആണ്. Flammable chemicals are stored in options: amber colored bottles at ground level, enclosed container, fireproof metal containers at ground level in a cool dry place, plastic containers. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫയർ പ്രൂഫ് മെറ്റൽ കണ്ടെയ്നേഴ്സ് അറ്റ് ഗ്രൗണ്ട് ലെവൽ ഇൻ എ കൂൾ ഡ്രൈ പ്ലേസ്. മനസ്സിലായോ? എവിടെയാണ് നമ്മൾ ഈ ഫ്ലെയിമബിൾ കെമിക്കൽസിനെ സൂക്ഷിക്കുന്നത്? മെറ്റൽ കണ്ടെയ്നേഴ്സിലാണ്. ഫയർ പ്രൂഫ് മെറ്റൽ കണ്ടെയ്നേഴ്സിലാണ്, കൂളായിട്ടുള്ള പ്ലേസിലാണ്, ഡ്രൈ ആയിട്ടുള്ള പ്ലേസിലാണ്, ഗ്രൗണ്ട് ലെവലിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൊറോസീവ് കെമിക്കൽസ് ആർ സ്റ്റോർഡ് ഇൻ ഓപ്ഷൻസ്: wooden boxes, amber colored bottles at ground level, fireproof metal containers, none of these. ഏതായിരിക്കും? എവിടെയാണ് കൊറോസീവ് ആയിട്ടുള്ള കെമിക്കൽസ് സ്റ്റോർ ചെയ്യുന്നത്? ഏതിലായിരിക്കും? ഓപ്ഷൻ ബി, ആംബർ കളേർഡ് ബോട്ടിൽസ് ആണ്. ആംബർ കളേർഡ് ബോട്ടിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ലാബിലൊക്കെ ചില സംഭവങ്ങളൊക്കെ ഈ കളറിലുള്ള ബോട്ടിൽ ഇരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഇതിൽ സൂക്ഷിക്കുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് കൊറോസീവ് കെമിക്കൽസിൻ്റെ പ്രത്യേകത പെട്ടെന്ന് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ, യു വി ലൈറ്റിൻ്റെ പ്രസൻസിൽ, ബ്ലൂ ലൈറ്റിൻ്റെ പ്രസൻസിലൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഈ ലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യാനും അതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അങ്ങനത്തെ കെമിക്കൽസാണ് നമ്മൾ ആംബർ കളേർഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ബോട്ടിലിൽ സൂക്ഷിക്കുന്നത്. കിട്ടിയോ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആംബർ കളേർഡ് ബോട്ടിൽസ് അറ്റ് ഗ്രൗണ്ട് ലെവലാണ്. സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാതെ കേടുകൂടാതിരിക്കുന്നതിന് വേണ്ടി യു വി ലൈറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് സോഡിയം കാർബണേറ്റ് Na2CO3. ഓപ്ഷൻസ് 106, 107, 108, 110. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മോളാർ മാസ് അറിയണമെങ്കിൽ ആദ്യം അറിയേണ്ടത് അറ്റോമിക് വെയിറ്റ് ആണ്. അപ്പോൾ സാധാരണ ചോദിക്കാറുള്ള കുറച്ച് ആൾക്കാരുടെ അറ്റോമിക് വെയിറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. ഹൈഡ്രജൻ 1 ആണ് അറ്റോമിക് വെയിറ്റ്, കാർബൺ ആണെങ്കിൽ 12, നൈട്രജൻ ആണെങ്കിൽ 14 വരും, ഓക്സിജൻ ആണെങ്കിൽ 16 വരും. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാർബണിൻ്റെ 6 അല്ല അറ്റോമിക് നമ്പർ, അതിൻ്റെ ഇരട്ടി. നൈട്രജൻ്റെ 7ൻ്റെ ഇരട്ടി 14, ഓക്സിജൻ്റെ 8ൻ്റെ ഇരട്ടി 16. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ വരുന്ന ആൾക്കാർ സോഡിയം, ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. 23 ആണ്. ക്ലോറിൻ 35. ഇതൊന്ന് കാണാതെ പഠിച്ചോളൂ.
ഓക്കെ, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് സാധാരണ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അപ്പോൾ നിങ്ങൾ പറയാം, നമ്മുടെ ഇവിടെ Na2CO3യുടെയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ, Na2CO3. ഓക്കെ, എത്ര സോഡിയം ഉണ്ട്? 2 സോഡിയം ഉണ്ട്. ദെൻ ഒരു കാർബൺ ഉണ്ട്, 3 ഓക്സിജൻ ഉണ്ട് അല്ലേ. ഇതിൻ്റെ അറ്റോമിക് വെയ്റ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം എല്ലാം തമ്മിൽ നമ്മൾ സം ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു ഇവിടെ ഒരു സോഡിയത്തിന് 23 ആണ്. അപ്പോൾ 2 സോഡിയത്തിന് 2 ഇൻറ്റു 23 പ്ലസ് ഒരു കാർബണിൻ്റെ 12 ആണ്. അപ്പോൾ 1 ഇൻറ്റു 12 പ്ലസ് ഒരു ഓക്സിജന് 16 ആണ്. 3 ഓക്സിജന് 3 ഇൻറ്റു 16 ടോട്ടൽ കാണുമ്പോൾ 106 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത് കേട്ടോ. 106 ആണ് കിട്ടുന്നത്. മനസ്സിലായോ? ഇവ തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് സം കാണാവൂ കേട്ടോ. ഈസി ആയിട്ട് കണ്ടുകൂടെ. ഇനി വേറൊരു എക്സാമ്പിൾ, നമ്മുടെ ടേബിൾ സോൾട്ട് എന്ന് പറയുന്ന സോഡിയം ക്ലോറൈഡ് ഒന്ന് ചെയ്ത് നോക്കാം. NaCl-ൻ്റെ പ്രത്യേകത ഒരു എണ്ണയും ഒരു ക്ലോറിനാണ്. അതായത് 23 ഇൻറ്റു 1 പ്ലസ് 35 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 58. ഈസി ആയിട്ട് കണ്ടുകൂടെ. അടുത്തതാണ് അമോണിയ എന്ന് പറയുമ്പോൾ NH3 എന്ന് പറയുമ്പോൾ ഒരു നൈട്രജൻ എന്ന് പറയുമ്പോൾ ഒരു നൈട്രജൻ്റെ 14 ആണ്. അപ്പോൾ 14 ഇൻറ്റു 1 പ്ലസ് പിന്നെ 3 ഹൈഡ്രജൻ അല്ലേ, അപ്പോൾ 3 ഇൻറ്റു 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 17. ഓക്കെ അല്ലേ. ചില സമയത്ത് ചോദിക്കാം വാട്ട് ഇസ് ദ മോളാർ മാസ് ഓഫ് വിനേഗർ. വിനേഗർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. വിനേഗറോ അതെങ്ങനെ കാണുന്നു? ഒന്നുമില്ല, അസറ്റിക് ആസിഡ് അല്ലേ വിനേഗർ എന്ന് പറയുന്നത്. CH3COOH. ഇവിടെ ശ്രദ്ധിക്കണം, എത്ര കാർബൺ ഉണ്ട്? 1 2 കാർബൺ. അപ്പോൾ 2 ഇൻറ്റു 12 പ്ലസ് എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 1 എണ്ണം ഉണ്ട്. സോ 4 ഇൻറ്റു 1 പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട്? ഇവിടെ 2 ഓക്സിജൻ ഉണ്ട് അല്ലേ. 2 ഓക്സിജൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ 16 ഇൻറ്റു 16 ഇൻറ്റു 2 ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 60 ആണ്. നിങ്ങളൊന്ന് സം ചെയ്ത് നോക്കുക കേട്ടോ. തെറ്റ് വരാൻ സാധ്യതയുണ്ട്, ഒന്ന് നോക്കിയിട്ട് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കണ്ടുകൂടെ. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എന്തായാലും പഠിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാസ് ഓഫ് 1 മോൾ ഓഫ് വാട്ടർ? ഈ രീതിയിലും ചോദിക്കാം. 1 മോൾ ഓഫ് വാട്ടർ H2O അല്ലേ. അപ്പോൾ ഒരു ഹൈഡ്രജന് 1 ഇൻറ്റു 2 പ്ലസ് ഒരു ഓക്സിജന് 16 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 ഗ്രാം ആണ് ആൻസർ കേട്ടോ. മാസ്സാണ് 18 ഗ്രാം. നേരത്തെ ചോദിച്ചതിൽ യൂണിറ്റ് കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതായത് യൂണിറ്റ് ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്താ വരുന്നത്? ഗ്രാം പെർ മോളാണ് കേട്ടോ, ഗ്രാം പെർ മോളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് 18 ഗ്രാം ആണ് മാസ് ഓഫ് 1 മോൾ ഓഫ് വാട്ടർ. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, തെറ്റിക്കരുതേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൊല്യൂഷൻ ഓഫ് മെർക്കുറി വിത്ത് അതർ മെറ്റൽ ഈസ് കോൾഡ്. ഓപ്ഷൻസ്: സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അമാൽഗം, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. കണ്ണും പൂട്ടി പറയാം. സൊല്യൂഷൻ ഓഫ് മെർക്കുറി വിത്ത് അതർ മെറ്റൽ എന്ന് പറയുന്നത് അമാൽഗമാണ്. അമാൽഗത്തിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ അലോയ് ഓഫ് മെർക്കുറി വിത്ത് എനി അതർ മെറ്റൽ. അലോയ് ആണ്, മെർക്കുറിയുടെ അലോയ് ഓഫ് മെർക്കുറി എന്ന് പറയാം അമാൽഗം അല്ലേ. ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം, എന്താണ് സാച്ചുറേറ്റഡ്, എന്താണ് അൺസാച്ചുറേറ്റഡ്, സൂപ്പർ സാച്ചുറേറ്റഡ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഒരു സൊല്യൂട്ട് പ്ലസ് ഒരു സോൾവെൻറ്റ് ഇവർ തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന അതാണ് നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ സോൾട്ട് പ്ലസ് വാട്ടർ ഗീവ്സ് സോൾട്ട് വാട്ടർ. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ അല്ലേ. ഈ സൊല്യൂട്ട് എന്ന് പറയുന്നതിൻ്റെ അളവ് കൂടുതലോ കുറവോ ആവാം. അതിനനുസരിച്ച് നമുക്കിത് കോൺസെൻട്രേറ്റഡ് ആണോ ഡൈലൂട്ട് ആണോ എന്ന് പറയാം. ഇപ്പോൾ ഈ സൊല്യൂഷനകത്ത് സൊല്യൂട്ട് കൂടുതലാണെങ്കിൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ കിട്ടും. സൊല്യൂട്ടിൻ്റെ അളവ് കുറവാണെങ്കിൽ
നമുക്ക് പറയാം അത് ഡൈലൂട്ട് സൊല്യൂഷൻ ആണെന്ന്. നോർമലി സൊല്യൂട്ട് കുറവും സോൾവെൻറ്റ് കൂടുതലും ആയിരിക്കും. സോൾവെൻറ്റ് കൂടുതലും സൊല്യൂട്ട് എന്തായിരിക്കും, കുറവുമായിരിക്കും. അങ്ങനെയാണ് നമ്മളൊരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സൊല്യൂട്ടിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനായി മാറും, സൊല്യൂട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഡൈലൂട്ട് സൊല്യൂഷനായിട്ട് മാറും. ഇനി ഞാൻ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ സോൾട്ട് സൊല്യൂഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ബീക്കറിലോട്ട് നമ്മൾ സോൾട്ടോ അല്ലെങ്കിൽ ഷുഗറോ എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്യുവാണ്. ഇതിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻ കിട്ടി. വെറുതെ കുറച്ച് അങ്ങ് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് പറയുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. ഇനി ചില കേസിൽ നമ്മൾ ഈ വെള്ളത്തിലോട്ട് കുറേ സോൾട്ട് ആഡ് ചെയ്തു, അതൊക്കെ ഡിസോൾവ് ആയി വീണ്ടും ആഡ് ചെയ്തു ഡിസോൾവ് ആയി, പിന്നെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അത് ഡിസോൾവ് ചെയ്യാതെ അടിയിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കും. പിന്നെ എത്ര നമ്മൾ ആഡ് ചെയ്താലും അതിൻ്റെ അളവ് കൂടി വരിക എന്നല്ലാതെ അത് ഡിസോൾവ് ആവില്ല അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതിന് മതിയായി, ഇനി വേണ്ട, ഇനി വന്നാൽ ഞാൻ ഡിസോൾവ് ആവില്ല എന്ന കണ്ടീഷനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ജസ്റ്റ് ആഡ് ചെയ്ത് സൊല്യൂഷൻ ആക്കിയപ്പോൾ അൺസാച്ചുറേറ്റഡ് ആണ്, ഇനിയും വേണമായിരുന്നു. പക്ഷേ ഇത് എന്തായി, അധികമാണ്, സാച്ചുറേറ്റഡ് ആണ്, ഇനി വേണ്ട. ഓക്കെ, ഇനി നമ്മളിതിനെ ഒന്നുകൂടെ ചൂടാക്കുക. ഇപ്പോൾ സോൾട്ട് ആണെങ്കിലും ഷുഗർ ആണെങ്കിലും വീണ്ടും നമ്മളൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെയും ഇത് ഡിസോൾവ് ആകും. കുറച്ചും കൂടിയും സോൾട്ട് ഇടാം, അതും ഡിസോൾവ് ആവും. കുറച്ചുകൂടി സോൾട്ട് ഇടാം, വീണ്ടും ഡിസോൾവ് ആവും. അപ്പം മാക്സിമം അതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ബിയോണ്ട് ദ മാക്സിമം കപ്പാസിറ്റി ഓഫ് ആഡിങ് ദ സൊല്യൂട്ട്, അങ്ങനെ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സാച്ചുറേറ്റഡ് ആയിട്ടും വേറെ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് ബിയോണ്ട് ദ മാക്സിമത്തിലേക്ക് എത്തിക്കുമ്പോൾ സൂപ്പർ സാച്ചുറേറ്റഡ് ആവും. ജസ്റ്റ് ആഡ് ചെയ്ത് അൺസാച്ചുറേറ്റഡ് ആവും. അതിൽ വീണ്ടും മാക്സിമം നമ്മൾ ആഡ് ചെയ്ത് പിന്നെ ബാലൻസ് വന്ന് കിടക്കുകയാണെങ്കിൽ അത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആവും. ചോദിക്കാറുണ്ട് കേട്ടോ ഈ രീതിയിലൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ സാച്ചുറേറ്റഡ് എന്താണ്, അൺസാച്ചുറേറ്റഡ് എന്താണ്, സൂപ്പർ സാച്ചുറേറ്റഡ് എന്താണ്, ക്ലിയർ ആയോ? ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള നോർമൽ ലെവലിൽ കുറച്ചെന്തെങ്കിലും എടുത്ത് കഴിച്ചാൽ അൺസാച്ചുറേറ്റഡ് ആയി. നമ്മുടെ വിശപ്പ് മാറാവുന്ന രീതിയിൽ നമ്മൾ കഴിച്ചാൽ സാച്ചുറേറ്റഡ് ആയി. അത് പോരാ, നല്ല ഫുഡല്ലേ ആരെങ്കിലും മേടിച്ച് തരുമ്പോഴല്ലേ തിന്നാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുത്തി കയറ്റി കഴിച്ചാൽ എന്തായിപ്പോയി, സൂപ്പർ സാച്ചുറേറ്റഡ് ആയി. ഇത്രയേ ഉള്ളൂ, 3 ടേമും ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Dash is defined as the number of gram equivalent weight of solute dissolved per liter of solution. Options molarity, molality, mole fraction, normality. ഇവിടെ നമ്മുടെ ഗ്രാം ഇക്വലൻ്റ് എന്ന് കേട്ടാൽ നിങ്ങൾ കൊടുത്തോളൂ, നോർമാലിറ്റി ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോർമാലിറ്റി, മൊളാലിറ്റി എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. പ്രോബ്ലം ആയിട്ടും ചോദിക്കാം, ഇക്വേഷൻ ആയിട്ട് ചോദിക്കാം, യൂണിറ്റ് ആയിട്ട് ചോദിക്കാം. നോർമാലിറ്റി, മൊളാലിറ്റി. നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാം ഇക്വലൻ്റ് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാം ഇക്വലൻ്റ് പെർ ലിറ്റർ അല്ലെങ്കിൽ ലിറ്റർ ഇൻവേഴ്സ് എന്ന് പറയും. ഇതാണ് യൂണിറ്റ്. അടുത്തത് മൊളാലിറ്റി ഉണ്ട്, മൊളാരിറ്റി ഉണ്ട്. അപ്പം മൊളാരിറ്റിയെ കുറിച്ച് പറയാം. മൊളാരിറ്റി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് ദ, സോറി കേട്ടോ തെറ്റിപ്പോയി പറഞ്ഞത്, മൊളാരിറ്റി അല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ മൊളാലിറ്റി വിചാരിച്ച്. മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് ദ സൊല്യൂഷനാണ് മൊളാരിറ്റി. എന്താണ്? മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ പെർ ലിറ്റർ, മോൾ ലിറ്റർ ഇൻവേഴ്സ് എന്ന് പറയാം. മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ് മൊളാരിറ്റി. ഈ 2 കേസിലും പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആയിരുന്നെങ്കിൽ അടുത്തത് വരുമ്പോൾ മൊളാലിറ്റി ആണ് കേട്ടോ. മൊളാലിറ്റിയുടെ പ്രത്യേകത എന്താണെന്നറിയോ?
ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്, അവിടെയാണ് വ്യത്യാസം. പെർ കിലോഗ്രാം ഓഫ് സോൾവെൻ്റ് ആണ്. ഇതിൻ്റെ യൂണിറ്റ് മോൾ പെർ കിലോഗ്രാം ആണ്. മോൾ കിലോഗ്രാം ഇൻവേഴ്സ് എന്ന് പറയും. ഇതെന്താണ്? ഗ്രാം ഇക്വലൻറ്റ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഇതാണെങ്കിലോ ഇതിന് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഇതാണെങ്കിലോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് ദ സോൾവെൻറ്റ്. മൊളാലിറ്റിയിലാണ് കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ് വരുന്നത്. യൂണിറ്റ് ഇതിൻ്റെ ഗ്രാം ഇക്വലൻറ്റ് പെർ ലിറ്റർ, മോൾ പെർ ലിറ്റർ. ഇവിടെ വന്നിട്ട് മോൾ പെർ കിലോഗ്രാം. കിട്ടിയോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മൂന്നും. പ്രോബ്ലം ചോദിക്കാം, ഡെഫിനിഷൻ ചോദിക്കാം, ഇക്വേഷൻ ചോദിക്കാം, യൂണിറ്റ് ചോദിക്കാം കേട്ടോ. കോപ്പർ വയർ ടെസ്റ്റ് ഫോർ ഹാലജൻ ഈസ് നോൺ ആസ് ഓപ്ഷൻസ് ഡ്യൂമസ് ടെസ്റ്റ്, ബെയിൽസ്റ്റീൻ ടെസ്റ്റ്, ലേബിക്സ് ടെസ്റ്റ്, ഓൾ ഓഫ് ദ എബവ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ബെയിൽസ്റ്റീൻ ടെസ്റ്റ് ആണ്. എന്താണ് ബെയിൽസ്റ്റീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ക്ലീൻ ആയിട്ടുള്ള കോപ്പർ വയർ എടുക്കുക. ആ കോപ്പർ വയറിനെ നമ്മൾ നന്നായി ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഫ്ലെയിമിലോട്ട് കാണിക്കുകയാണ്. അങ്ങനെ ഫ്ലെയിമിലോട്ട് കാണിച്ചാൽ പ്രത്യേകിച്ചൊരു കളറൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് ഡിപ്പ് ചെയ്ത ശേഷമാണ് ഈ കോപ്പർ വയർ ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ, ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതിൽ ഹാലജൻ ഉണ്ടായിരിക്കണം. ഹാലജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ടിലോട്ടാണ് നമ്മൾ ഈ കോപ്പർ വയർ ഡിപ്പ് ചെയ്തിട്ട് ഫ്ലെയിമിലോട്ട് കാണിക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ അതിൻ്റെ എഡ്ജിൽ ഒരു ഗ്രീൻ കളറ് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതിനെയാണ് നമ്മൾ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ഹാലജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ കോപ്പർ വയർ ഉപയോഗിക്കുന്നത്. കോപ്പർ വയർ ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ബെയിൽസ്റ്റീൻ ടെസ്റ്റ്. കോൾഡ് ആയിട്ടുള്ള ഒരു കോപ്പർ വയറാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഓർഗാനിക് കോമ്പൗണ്ടിൽ ഹാലജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രീൻ കളർ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. Our next question. A brown ring appears in the test for nitrate, bromide, nitrite ion. ഈസി ആയിട്ട് നമ്മുടെ സോൾട്ട് അനാലിസിസിൻ്റെ സ്കീമിനകത്തുള്ളതാണ്. ഏതിനാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് നമുക്ക് കിട്ടുന്നത്? നൈട്രേറ്റിനാണ്. പിന്നെ കൺഫ്യൂഷൻ വരുന്നത് നൈട്രേറ്റ് ആണോ നൈട്രൈറ്റ് ആണോ എന്ന്. തെറ്റിക്കരുത്, നൈട്രേറ്റിനാണ്. നൈട്രേറ്റ് സോൾട്ട് ഉള്ള നമ്മുടെ സൊല്യൂഷൻ, നമ്മളെടുക്കുന്ന നമ്മുടെ സൊല്യൂഷൻ നൈട്രേറ്റ് ഉണ്ടാവണം കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ. ആ സോൾട്ട് സൊല്യൂഷനിലോട്ട് ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ഫെറസ് സൾഫേറ്റ് നമ്മൾ ആഡ് ചെയ്യുക. മാത്രമല്ല ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലൂടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വളരെ കെയർഫുള്ളായിട്ട് ഡ്രോപ്പ് വൈസ് ആയിട്ട് ആഡ് ചെയ്ത ശേഷം ആ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിഭാഗം നമ്മൾ കൂൾ ചെയ്യുക. ഒന്നെങ്കിൽ പൈപ്പിന് ചോട്ടിൽ പിടിക്കും, അതല്ലെങ്കിൽ നമ്മൾ ഒരു ബീക്കറിൽ വെക്കും. ഈ സമയത്താണ് നമ്മുടെ ടെസ്റ്റ് ട്യൂബ് അധികം പൊട്ടിപ്പോകാറുള്ളത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല ചൂടിൽ പോയിട്ട് പൈപ്പിന് ചോട്ടിൽ പിടിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് ട്യൂബിൻ്റെ അടി മൊത്തം സിങ്കിൽ വീണിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് കൂളായ ശേഷം നമ്മൾ പൈപ്പിന് ചോട്ടിൽ പിടിക്കുകയോ അല്ലെങ്കിൽ ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുകയോ ചെയ്താൽ ഈ നമ്മുടെ ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ ചെരിഞ്ഞല്ലേ ഇരിക്കുന്നത്, അതിലെ രണ്ട് ലിക്വിഡിൻ്റെ ഇടയിലായിട്ട് ഒരു ബ്രൗൺ കളറുള്ള റിങ് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ അതിനെയാണ് ബ്രൗൺ റിങ് എന്ന് പറയുക. ഇവിടെ ക്വസ്റ്റ്യൻ വരാനുള്ളത് ഏതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ആണെന്ന് വെച്ചാൽ നൈട്രേറ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ബ്രൗൺ റിങ്? എന്താണ്? FeSO4NO. ഇതാണ് കെമിക്കൽ ഫോർമുല. വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് ബ്രൗൺ റിങ്? അതും ചോദിക്കാറുണ്ട്. ഫെറസ് നൈട്രോസോ സൾഫേറ്റ്. മറക്കരുത്, ഫെറസ് നൈട്രോസോ സൾഫേറ്റ് എപ്പോഴും ചോദിക്കുന്ന, നമ്മളോട് വൈവയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഫെറസ് നൈട്രോസോ സൾഫേറ്റ് ആണ് ബ്രൗൺ റിങ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. കെമിക്കൽ നെയിം, കെമിക്കൽ ഫോർമുല കേട്ടോ. ആരുടെയാണ് ഐഡൻറ്റിഫിക്കേഷനാണ്? നൈട്രേറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ്. ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. Next question, which of the following is or are primary standard? Options: oxalic acid, sodium thiosulfate, sodium hydroxide, potassium dichromate. ആദ്യം നിങ്ങൾ അറിയേണ്ട കാര്യം തന്നിരിക്കുന്നതിൽ പ്രൈമറി സ്റ്റാൻഡേർഡ് ഏതാണെന്നാണ്. അപ്പോൾ പ്രൈമറി സ്റ്റാൻഡേർഡ് നമുക്ക് ഒന്നിന് മുകളിൽ ഇങ്ങനെ ഇട്ടിട്ടും കാണിക്കും കേട്ടോ. പ്രൈമറി സ്റ്റാൻഡേർഡിൻ്റെ പ്രത്യേകത
എന്താണെന്നറിയോ, പ്യുവർ ഫോമിലാണ് നമുക്ക് കാണപ്പെടുക എന്നുള്ളതാണ് ഒന്ന്. പിന്നെ സ്റ്റേബിൾ ആയിരിക്കും. പിന്നെ അതിങ്ങനെ അതിൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടൊന്നും ഇരിക്കില്ല. അതിന് ഹൈ മോളിക്കുലർ വെയിറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ അതിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രൈമറി സ്റ്റാൻഡേർഡിൻ്റെ പ്രത്യേകത. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ 1 എന്ന് പറയുന്നത് ഓക്സാലിക് ആസിഡ് ഒരു പ്രൈമറി സ്റ്റാൻഡേർഡാണ്. കാരണം അത് പ്യുവറസ്റ്റ് ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, നോട്ട് ഹൈഗ്രോസ്കോപ്പിക് ഇൻ നേച്ചർ. അതേപോലെ തന്നെ സ്റ്റേബിളാണ്, ഹൈലി പ്യുവറാണ്. അതിൻ്റെ കോൺസെൻട്രേഷൻ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനനുസരിച്ച് ചേഞ്ച് വരില്ല. ഓക്കെ. രണ്ടാമത്തേത് സോഡിയം തയോസൾഫേറ്റ് ഒരു സെക്കൻഡറി സ്റ്റാൻഡേർഡാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി സ്റ്റാൻഡേർഡ് റിയേജൻ്റ് ആണത്. സോഡിയം തയോസൾഫേറ്റിനെയാണ് ഹൈപ്പോ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അത് ടൈമിനനുസരിച്ച് കോൺസെൻട്രേഷനിൽ ചേഞ്ച് വരും. അതത്ര പ്യുവർ ആയിട്ടുള്ള ഒന്നല്ല. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രത്യേകത അതും സെക്കൻഡറി സ്റ്റാൻഡേർഡാണ്. ഇറ്റ് ചേഞ്ചസ് ദ കോൺസെൻട്രേഷൻ വിത്ത് ടൈം ആൻഡ് ഈസ് നോട്ട് ഹൈലി പ്യുവർ. ഓക്കെ. പിന്നെ വരുന്നത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. അതൊരു പ്രൈമറി സ്റ്റാൻഡേർഡാണ്, പ്യുവറാണ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനനുസരിച്ച് കോൺസെൻട്രേഷൻ ചേഞ്ച് വരില്ല, സ്റ്റേബിളാണ്. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ആണ് കറക്റ്റായിട്ടുള്ളത്. പ്രൈമറി സ്റ്റാൻഡേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പ്രസൻ്റ് ആയിക്കഴിഞ്ഞാലും ഇതിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് വരാം. അതൊക്കെ സെക്കൻഡറി സൊല്യൂഷനിലാണ് വരുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ്, EDTA അതൊക്കെ സെക്കൻഡറി സ്റ്റാൻഡേർഡിന് എക്സാമ്പിളാണ്. പ്രൈമറി സ്റ്റാൻഡേർഡിൽ വരുന്നതാണ് ഓക്സാലിക് ആസിഡും പൊട്ടാസ്യം ഡൈക്രോമേറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, കളർ ഓഫ് ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്റർ ഇൻ ആസിഡ് മീഡിയം എന്ന് പറഞ്ഞാൽ കളർലെസ് ആണ്. 4 ഓപ്ഷനിൽ ലൈറ്റ് പിങ്ക് ഉണ്ട്, കളർലെസ് ഉണ്ട്, ലൈറ്റ് ഗ്രീൻ ഉണ്ട്, ബ്രൗൺ ഉണ്ടെങ്കിലും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കളർലെസ് ആണ്. ഫിനോഫ്തലീൻ്റെ പ്രത്യേകത എന്താണ്? ആസിഡ് മീഡിയത്തിലാണെങ്കിൽ ഫിനോഫ്തലീൻ കളർലെസ് ആയിരിക്കും. ബേസിക് മീഡിയത്തിലാണെങ്കിലോ പിങ്ക് കളറായിരിക്കും. എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ആസിഡ് മീഡിയത്തിൽ കളർലെസ് ആണെങ്കിൽ ബേസിക് മീഡിയത്തിൽ പിങ്ക് ആയിട്ട് വരുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് നമ്മുടെ ഫിനോഫ്തലീൻ എന്ന് പറയുന്നത്. ഓക്കെ. വാട്ട് ഈസ് ദ pH റേഞ്ച് ഓഫ് മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ? ഓപ്ഷൻസ് 2.9, 2, 3.2, 3.12, 4.5, 3.5 to 4.9, 4.0 to 4.5. വളരെ ഈസി ആയിട്ട് പറയാം. 3.1 to 4.5 ആണ് നമ്മുടെ മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്ററിൻ്റെ റേഞ്ച്, pH റേഞ്ച് എന്ന് പറയുന്നത്. ആസിഡ് മീഡിയത്തിലാണെങ്കിൽ ഇത് റെഡ് കളർ അല്ലെങ്കിൽ റെഡ് ഓറഞ്ച് കളർ എന്നൊക്കെ പറയാം. ഓറഞ്ച് കളറൊക്കെ ആയിട്ടാണ് സാധാരണ കാണാനുള്ള, റെഡ് ഓർ ഓറഞ്ച് കേട്ടോ. പിന്നെ ബേസിക് മീഡിയത്തിലാണെങ്കിൽ നമുക്കൊരു യെല്ലോ കളറിലാണ് കാണാൻ പറ്റുന്നത് മീഥൈൽ ഓറഞ്ച്. അതിൻ്റെ റേഞ്ച് മറക്കരുത്, 3.1 to 4.5 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസിഡ് മീഡിയത്തിൽ റെഡും ബേസിക് മീഡിയത്തിൽ യെല്ലോയുമാണ്. ഓക്കെ. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ, ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് എൻഡ് പോയിന്റ് ഇൻ ദ titration of a weak acid and a strong base is options methyl orange 3 to 4, methyl red 5 to 6, bromothymol blue 6 to 7.5, phenolphthalein 8 to 9.6. ഓർത്ത് വയ്ക്കേണ്ട കാര്യം, ഒരു ആസിഡും ഒരു ബേസും തമ്മിലാണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു സോൾട്ടാണ് അല്ലേ? ഇവിടെ ആരൊക്കെ തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്? ഒരു വീക്ക് ആസിഡും അതുപോലെ ഒരു സ്ട്രോങ് ബേസും തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിക്കാവുന്ന ബെസ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഫിനോഫ്തലീനാണ്. നിങ്ങളൊരു കാര്യം ഓർത്ത് വയ്ക്കാം, നമുക്ക് ഒരു <7 ആണ് pH എങ്കിൽ നമുക്കതിനെ ആസിഡ് എന്ന് പറയാം അല്ലേ? ന്യൂട്രൽ ആവുന്ന കേസ് ആണെങ്കിലോ pH 7 ആയിരിക്കും അല്ലേ? പിന്നെ ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ ബേസ് എന്നും പറയാം. ഓക്കെ അല്ലേ? 7 കൂടുതലാണെങ്കിൽ ബേസ് ആണ്, 7 ആണെങ്കിൽ ന്യൂട്രലാണ്, 7 കുറവാണെങ്കിൽ ആസിഡാണ് അല്ലേ? അപ്പോൾ pH ഇപ്പോൾ 1
2, 3, 4 ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? ആസിഡാണ്. 1ഉം 2ഉം ആണെങ്കിലോ സ്ട്രോങ് ആസിഡാണ്. മനസ്സിലായോ? 5ഉം 6ഉം ആണെങ്കിലോ വീക്ക് ആസിഡാണ്. അപ്പം മീഥൈൽ ഓറഞ്ച് എന്ന് പറയുമ്പോൾ 3 to 4 ആണ്. അപ്പോൾ നമുക്കത് പറയാം അസിഡിക് ആണെന്ന് പറയാം. മീഥൈൽ റെഡ് ആണെങ്കിലോ 5 to 6 ആണ്. അപ്പോൾ വീക്ക് ആസിഡ് എന്ന് പറഞ്ഞൂടെ? ഇനി ബ്രോമോ തൈമോൾ ബ്ലൂ എന്ന് പറഞ്ഞാൽ 6 to 7.5 ആണ്. അപ്പോൾ അത് ന്യൂട്രൽ കണ്ടീഷനാണ് അല്ലേ? ഫിനോഫ്തലീൻ ആണെങ്കിൽ 8 to 9.6 ആണ്. 8 to 9.6 എന്ന് പറയുമ്പോൾ ബേസ് ആണ് അല്ലേ? ബേസ് ആണ്. അപ്പം നമുക്കിവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വീക്ക് ആസിഡും സ്ട്രോങ് ബേസും തമ്മിലുള്ള ടൈട്രേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ആരെയാണ്? ഫിനോഫ്തലീനെയാണ് ഉപയോഗിക്കുന്നത്. ഓർത്ത് വയ്ക്കുക, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഫിനോഫ്തലീൻ എന്ന് പറയുമ്പോൾ 8 to 9.6 ആ ഒരു റേഞ്ചാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ബേസിക് സോൾട്ട്. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചോളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കമൻസാണ് എൻ്റെ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും പഠിക്കുക. ഓക്കെ, താങ്ക് യു.